എന്ത് മുടിയായത്, ഒടുക്കത്തെ തടിയും, പക്ഷെ നല്ല ചിരിയാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ കേൾക്കാറുണ്ടോ? ഒരു നല്ലത് പറയാൻ വേണ്ടിയിട്ട് 4 കുറ്റം പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് എന്താ തോന്നാറുള്ളത്? ഞാൻ ഈ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം നമ്മുടെ കൂലി സിനിമ റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. ഓഗസ്റ്റ് 14-നാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നമ്മുടെ സൗബിൻ ഷാഹിറിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ സൗബിൻ ഷാഹിറിനെ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്കും ലോകേഷ് കനകരാജ് പറയാണ്, നല്ല അടിപൊളി ആക്ടറാണ്, നമുക്ക് ഇയാളെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ സൗബിനെ കണ്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. പൊക്കമില്ല, കഷണ്ടിത്തല, ഇയാളെ കൊണ്ട് പറ്റുമോ എന്നുള്ള രീതിയിൽ അദ്ദേഹം തന്നെയാണ് അത് സ്റ്റേജിൽ വെച്ച് പറയുകയും ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു എടുത്ത സീന് കണ്ടപ്പോഴത്തേക്കും അടിപൊളി നടനാണ്, വാവ് വാവ് എന്ന് പറഞ്ഞു. സോ ഒരു നല്ല കാര്യം പറയാം, നല്ലൊരു അഭിനേതാവാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് 2-3 കുറ്റങ്ങൾ ആദ്യം കുത്തിത്തിരിക്കുന്നത് ശരിയാണോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ചോദിക്കുന്നത്. എനിക്കും അതിലെന്തോ ഒരു അപാകത തോന്നി. പിന്നെ അദ്ദേഹം വലിയൊരു സൂപ്പർ സ്റ്റാറൊക്കെ ആണല്ലോ, ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോരുത്തരുടെ കയ്യിലെടുക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങളെ ആരെങ്കിലും നല്ലത് 4 പറഞ്ഞിട്ട് മോശം 15 പറയുന്നതിനോട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഒന്ന് പറയോ?